നമ്മളിന്ന് താമസിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. സത്ലജ് നദിയാണ് ആ ഒഴുകി പോകുന്നത്, കലങ്ങി ഒഴുകി പോവുകയാണ്. ഈ നിൽക്കുന്നതൊക്കെ ചെറി ചെടികളാണ്. ചെറി പറിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പേര് ചേർന്നിട്ട് ഒരു ചെറിയ ഡെപ്പോ, ഒരു 200 ഗ്രാം വരുന്ന ഒരു പാക്കറ്റിന് 100 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. നിറയുണ്ട്. പുറത്ത് മാർക്കറ്റിലൊക്കെ ഇതിന് നല്ല വിലയാണ്. പക്ഷേ ഇവരുടെ തോട്ടത്തിൽ വിളയുന്നതുകൊണ്ട് അത്ര പൈസ വാങ്ങിക്കുന്നില്ല നമ്മളെ നിന്ന്. യാത്രയുടെ 18ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ ജിബിയിൽ നിന്ന് പുറപ്പെട്ട് ജലോറി പാസൊക്കെ കടന്ന് നമ്മൾ ബിത്തൽ എന്ന സ്ഥലത്തെത്തി. നമ്മൾ കാസയിലേക്ക് പോകുന്ന വഴിയാണ്. ബിത്തലിലെ ഹോട്ടൽ ഹരിത്ത് എന്നൊരു ഹോട്ടലിലാണ് താമസിച്ചത്. നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലായിരുന്നു. അവിടെ നിന്നൊരു 11 മണിയോടെ ചെക്കൗട്ട് ചെയ്തു. പുറത്തിറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ റെക്കോം പിയോയിലേക്ക് പോവുകയാണ്. ഈ ഇടത് ഭാഗത്ത് കാണുന്നത് സത്ലജ് നദിയാണ്. ബീത്തൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ ഏകദേശം ഉച്ചയോടുകൂടി റാംപൂർ എന്ന സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ അവരുടെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്, വേഷവിധാനങ്ങൾ എങ്ങനെയാണ്, ഭക്ഷണ രീതികൾ എങ്ങനെയാണ്, ആചാരങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി അവിടെ ഒന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ വെച്ചൊരാളെ പരിചയപ്പെടുകയും ചെയ്തു. അവരുടെ പേര് കലാനേഗി എന്നാണ്. അവരൊരു യൂട്യൂബറാണ്. അവിടെ ആഘോഷങ്ങൾ തകർത്ത് നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഡാൻസ് ഉണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ ഈ കല്യാണച്ചക്കൻ, പിന്നെ അവൻ്റെ കൂടെ ഒരാളൂടെ കയറിയിരിക്കുന്നു. എന്താ അവിടെ ആചാരമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പരമ്പരാഗത വേഷങ്ങൾ ധരിച്ചിട്ടാണ് ഇവരിൽ പങ്കെടുക്കുന്നത്. എല്ലാവരുടെയും തലയിൽ തൊപ്പിയുണ്ട്. തൊപ്പി ഒരു മസ്റ്റാണ് ഇവിടെ. അവിടെ വെച്ച് പരിചയപ്പെട്ട ഈ കലാനേഗി ഞങ്ങളെ അവിടെ വിളിച്ചുകൊണ്ട് പോയി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു തന്നു. വളരെ സ്നേഹത്തോടെയാണ് നമ്മളവർ സ്വീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഭക്ഷണം. ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്.
ഇനി അങ്ങോട്ട് റോഡ് കുറച്ച് മോശമാണ്, പലയിടത്തും പണി നടക്കുകയാണ്, ഓഫ് റോഡാണ്, ഇച്ചിരി ദുർഘടമായ റൂട്ടാണ്. സത്ലജ് നദിയുടെ തീരത്തൂടെയാണ് കുറേ നേരമായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1450 കിലോമീറ്റർ നീളമുള്ളൊരു നദിയാണ് സത്ലജ് നദി. ഇത് ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ ചെന്ന് അവസാനിക്കുന്നതാണ്. ചെനാബ് നദിയിൽ ചെന്ന് അവസാനിക്കുന്ന നദിയാണ്. സത്ലജ് നദിയുടെ ഈ ഭാഗത്ത് കർച്ചം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഡാം നമ്മൾ പണിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ്റെ. ഈ കർച്ചം എന്ന സ്ഥലത്ത് നിന്ന് വലതേക്ക് റോഡുണ്ട്, അതിലേ പോയാൽ ചിറ്റ്കുളെത്താം. നമ്മളെന്തായാലും ഇന്ന് ചിറ്റ്കുൾ പോകുന്നില്ല, നമ്മൾ നേരെ റെക്കോംബിയോ, അവിടെ നിന്ന് റെക്കോംബിയോ എന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഇടതോട്ട് തിരിഞ്ഞൊരു 10 കിലോമീറ്റർ വീണ്ടും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം 12,000 അടി ഉയരത്തിൽ ഒരു കൽപ്പ എന്നൊരു വില്ലേജ് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ റോഡ് യൂട്യൂബിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പാറ തുരന്നെടുത്തിരിക്കുകയാണ്. 2 വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള ഇടമേ ഉള്ളൂ. കൊടും വളവുകളും തിരിവുകളുമാണ്. താഴെ കുത്തനെയുള്ള കൊക്കയാണ്. താഴേക്ക് പോയാൽ പൊടി പോലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ആളുകളൊക്കെ ഇവിടെ ഇറങ്ങി നിന്നിട്ടേ ഒരു ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്.
ഇത്രയും നേരം വന്ന റോഡ് വല്ലാത്തൊരു റോഡായിരുന്നു കേട്ടോ. ഭയങ്കര ശ്രദ്ധിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. കാരണം ചെറിയൊരു അശ്രദ്ധ ഉണ്ടായാൽ പോലും നമ്മൾ ഒന്നുകിൽ എതിരെ വരുന്ന വണ്ടിയായിട്ട് കൂട്ടിയിടിക്കും, അല്ലെങ്കിൽ താഴെ പോകും. താഴെ പോയാൽ ആരും അറിയൂല്ല, അറിഞ്ഞാൽ തന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഇടയ്ക്ക് ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്, വീണ്ടും നമ്മൾ പുറപ്പെടുകയാണ്. ഇങ്ങനെ മല തുരന്നാണ് റോഡുകൾ പോയിരിക്കുന്നത്. നമ്മളിനി കാണാൻ പോകുന്നത് കർച്ചം ഡാമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുവഴി വരുന്നവർ വളരെ അപകടം പിടിച്ച മരണം പതിയിരിക്കുന്ന റോഡാണ് ഈ റോഡ്. പല പല പ്രശ്നങ്ങളാണ്, ഒരുപാട് ഉയരത്തിലാണ്, കുത്തനെയുള്ള വളവുകളും തിരിവുകളും, താഴെ അഗാധമായ കൊക്കയാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ഇതുപോലെ റോഡ് പെട്ടെന്ന് ഓഫ് റോഡായി മാറും. അതുപോലെ ഇവിടെ ഹോൺ അടിക്കുന്ന പരിപാടിയില്ല, വളരെ വേഗത്തിലാണ് വണ്ടി ഓടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈ മലമുകളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശീലമായിരിക്കാം. പക്ഷേ അധികം പരിചയമില്ലാത്ത ആളാണ് എങ്കിൽ, ഇവിടുത്തുകാരല്ല എന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ പണി വാങ്ങിക്കും. നമ്മൾ കർച്ചം എന്നൊക്കെ സ്ഥലമൊക്കെ കഴിഞ്ഞു കുറച്ചുകൂടെ ആ മെയിൻ റോഡെ മുന്നോട്ട് പോയിട്ട് ഇടതേക്ക് തിരിഞ്ഞാൽ റെക്കോംബിയോ എന്നൊരു ചെറിയ പട്ടണമുണ്ട്. നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു 8 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ കൽപ്പ എന്നൊരു വില്ലേജ് ഉണ്ട്.
വളരെ ഉയരത്തിലാണ്, 10,000 അധികം അടി ഉയരത്തിലാണ് ഈ കൽപ്പ വില്ലേജ് ഉള്ളത്. അതുപോലെ കുത്തനെയുള്ള ഹെയർപിൻ വളവുകളും തിരിവുകളാണ് ഉള്ളത്. ഇവിടെ നമുക്ക് മഞ്ഞ് മൂടിയ മലനിരകൾ പോകുന്ന വഴിക്ക് തന്നെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് റെക്കോംബിയോ. ഇതാണ് റെക്കോംബിയോ എന്ന് പറയുന്ന ഒരു ടൗണാണ്. മണിയിപ്പോൾ 7 പക്ഷെ ഇരുട്ടൊന്നും അങ്ങനെ വീണിട്ടില്ല. ചെറുതായിട്ട് ഇരുട്ട് വീണിട്ടേ ഉള്ളൂ. കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഈ വഴിയാണ് കൽപ്പയിലേക്ക് പോകേണ്ടത്. റെക്കോംബിയോ ടൗണിലെത്തി ജസ്റ്റ് ലെഫ്റ്റ് അടിച്ചു പോവുക. റെക്കോംബിയോ ഒന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കൽപ്പയ്ക്ക് ഇടയ്ക്ക്, കൽപ്പ എത്തുന്നതിന് മുന്നേ നിർവാണ ഹോം സ്റ്റേ എന്നുള്ള ഹോം സ്റ്റേ എടുത്തു. ഇന്ന് നമ്മളിവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ഹോം സ്റ്റേകൾ അവൈലബിൾ ആണ്. കൽപ്പ എത്തിയാലും ഒരുപാട് ഹോം സ്റ്റേകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്.